ഇതുപോലുള്ള ബോക്സുകളിൽ വുഡിൻ്റെ ഡിസൈൻ ചെയ്യാനായിട്ട് ചില ആളുകൾ പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ബോക്സിൽ നമ്മൾ ഡിസൈൻ വരയ്ക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആവും. അതായത് ആളുകൾക്ക് കാണുമ്പോൾ വളരെ ചെറിയൊരു പെട്ടിയാണിത്, വളരെ സിമ്പിളാണെന്ന് പറയും. പക്ഷേ ഇതിന് ഒരുപാട് ഏരിയ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ചെറിയ ബോക്സാണ്, ഇതുപോലെ ഒരുപാട് കള്ളികളായിട്ടുള്ള ബോക്സുകളുണ്ട്. പിന്നെ ഇതിൽ ഡിസൈൻ ചെയ്യണം എന്ന് നിർബന്ധം പറയുകയാണെങ്കിൽ നമുക്ക് പറയുന്ന ആളോട് കാര്യം പറഞ്ഞത് കുറേ സമയം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ അവർ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മളൊരാൾ വർക്കിന് വിളിച്ച സമയത്ത് നമ്മളിതിനകത്ത് ഡിസൈനൊക്കെ വരയ്ക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ടൈം ഒരുപാട് വേസ്റ്റായി പോവും. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ വർക്കുകളെയൊക്കെ ബാധിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ബ്രഷ് എടുത്ത് ഇതുപോലെ ചെറിയ രീതിയിൽ ലൈൻസ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മളിത് ഒരു കബോർഡിൻ്റെ ഡോറിലാണ് വുഡിൻ്റെ ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ കൊടുത്ത് കണ്ടപ്പോൾ വീട്ടിലെ ഉടമസ്ഥന് ഇതിൻ്റെ ബാക്കിയുള്ള ഡോറുകളൊക്കെ ഇതുപോലെ വുഡിൻ്റെ ഡിസൈൻ തന്നെ ചെയ്താൽ മതിയായിരുന്നു എന്നൊരു ആഗ്രഹം ആൾ പറയുകയുണ്ടായി. കാരണം ഇതൊക്കെ ഒരു പെയിൻ്റ് അടിച്ച് കളറാക്കിയിട്ടുള്ളതാണ് കുറേ ഡോറുകൾ. അതിനിടയിൽ വരുന്നതാണ് ഈ ഒരു വുഡിൻ്റെ എഫക്റ്റിലുള്ള ഡോറുകൾ. പക്ഷേ അപ്പോൾ ആൾക്ക് ഈ പെയിൻറ്റിനേക്കാൾ ഇഷ്ടപ്പെട്ടത് വുഡിൻ്റെ ഡിസൈൻ ചെയ്ത ഡോറാണ്. നമുക്ക് വേണമെങ്കിൽ മൾട്ടിവുഡിലൊക്കെ മൈക്ക് ഒട്ടിക്കാം, അതല്ലെങ്കിൽ ലാമിനേഷൻ ഷീറ്റ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ പ്രൈസൊക്കെ ലാഭം അതായിരിക്കാം. എന്നാലും ചില ആളുകൾക്ക് ഇതുപോലുള്ളത് ചെയ്യാനുള്ള താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് പൂജാ റൂമിൻ്റെ ഡോറാണ്. ഇതും മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ഇതിൽ നമ്മൾ NC പെയിൻ്റ് അടിച്ച് ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഹോളുകൾ, റൂട്ടർ അടിച്ച ഹോളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ കളറാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു റഫ് ടൈപ്പ് ആയിരിക്കും മൾട്ടിവുഡ് റൂട്ടർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. പിന്നെ അതിൽ പുട്ടിയൊന്നും വെച്ച് ഫിനിഷ് ചെയ്യണമെന്ന് എളുപ്പമല്ല. ഇത് പിന്നെ TV യൂണിറ്റും അതിൻ്റെ സൈഡിൽ തന്നെ ഹാൻഡ് റെയിലൊക്കെ മിക്സായിട്ട് വന്നിരിക്കുകയാണ്. GI പൈപ്പിൽ ചെയ്തിരിക്കുന്നതാണ് ഫുള്ള്. ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ കുറച്ച് ഭാഗം നമുക്ക് കാണുന്നതുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെറിയ രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുറേ ഭാഗം എന്ന് പറയുന്നത് TV വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ ഏരിയ ഒക്കെ കവറായി പോകും. പക്ഷേ എന്നാലും TV വെക്കുന്നവരെ കാണുമ്പോൾ ഒരു വൃത്തിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയൊക്കെ ഡിസൈൻ കൊടുത്തോളാൻ പറഞ്ഞ് ഇതിൻ്റെ വർക്കേഴ്സ് എൻജിനീയേഴ്സൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ കൊടുത്തിരിക്കുകയാണ്. അതല്ല എങ്കിൽ അവിടെയൊക്കെ വെറുതെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ വലിച്ചൊരു കളർ മാത്രമാണ് ആക്കി വെക്കുക. ഇതപ്പോൾ ഒരു അവിടെ ഒട്ടിച്ചിരിക്കുന്ന ഒരു മൈക്കയുടെയൊക്കെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലുള്ള കളറാണ് ഇതിനെ ചെയ്തിരിക്കുന്നത്. ഇതിന് സൺലാക്കിൻ്റെ NC പെയിൻ്റാണ് ബേസായിട്ട് അടിച്ചിരിക്കുന്നത്. പിന്നെ NC പെയിൻറ്റ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിൻ്റ് അടിച്ച് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അതിന് മേലെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്ത് തുടങ്ങാം. മറ്റുള്ള പെയിൻറ്റുകളൊക്കെ ആകുമ്പോൾ അത് ഡ്രൈ ആവാൻ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഇടേണ്ടി വരും. ചിലത് ഒരു ഉച്ച കഴിഞ്ഞാലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരും. പക്ഷെ എന്നാലും ബുദ്ധിമുട്ട് തന്നെയാണ്. നല്ല രീതിയിൽ ഉണങ്ങിയില്ല എങ്കിൽ ആ പെയിൻറ്റൊക്കെ ചിലപ്പോൾ നമ്മൾ ഡിസൈനൊക്കെ ആക്കുന്ന സമയത്ത് ഇളകി പറഞ്ഞ് അതിൻ്റെ കൂടെ പോരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ NC പെയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്.